ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് വാവാണ് കേട്ടോ, കർക്കിടക വാവാണ്. അപ്പം ഞാനിതാ കുളിച്ച് പൊട്ടൊക്കെ തൊട്ട് നേരെ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതാ ഞാൻ മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. നനഞ്ഞ മുടി ഇങ്ങനെ കെട്ടി വെച്ചത് കൊണ്ട് മൊട്ടച്ചീനെ പോലെ ഉണ്ട് അല്ലേ. കർക്കിടക വാവ ആയതുകൊണ്ട് തന്നെ ലിയോനൊന്നും അംഗനവാടി ഇല്ല. അപ്പോൾ അവനെയും കൂട്ടേണ്ട വന്നിട്ടുണ്ട്. അവനില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ വണ്ടി എടുത്ത് പോകുമായിരുന്നു, സ്കൂട്ടി എടുത്ത് പോകുമായിരുന്നു. അവനെയും കൂട്ടി സ്കൂട്ടിയുമ്പോൾ കൊണ്ടുപോകാൻ എനിക്ക് പേടിയാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒരാളിതാ ഞങ്ങളെ നോക്കി കുരക്കുന്നുണ്ടായിരുന്നു. ആരാന്ന് കാണിച്ചു തരട്ടെ, ഇത് ഇവിടുത്തെ ടെസമോളാണേ. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ടെസമോക്ക് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അവൾ അങ്ങോട്ട് മാറിയിരുന്നേ. ഇന്ന് ചേച്ചി അപ്പം ചൂണ്ട തിരക്കിലായിരുന്നു. അവളെ വിളിച്ചിട്ടൊന്നും അവൾ വന്നില്ല കേട്ടോ. അവൾ ചൊടിച്ചവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഞങ്ങളിത് അപ്പം ചൂണ്ട പരിപാടീസിലാണ്. ഇന്ന് ചേച്ചി ഞങ്ങൾ ഇത്ര നേരത്തെ വരുന്നത് അറിയില്ലായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം വരുന്നന്നേ പറഞ്ഞത്. പിന്നെ വീട്ടിൽ പോയി വീട് വൃത്തിയാക്കേണ്ടതൊക്കെ കൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നേരെ ഞങ്ങളെ വീട്ടിലേക്ക് പോകണം. അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അച്ഛൻ അകത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എത്തുന്നതിന് മുമ്പിട്ട് തന്നെ ഇന്ന് ചേച്ചി ചോറും കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഉപ്പേരി മാത്രമാണ് കേട്ടോ ആക്കാനുണ്ടായിരുന്നുള്ളൂ. ലിയോട്ടനും ടെസമോളും ഭയങ്കര കമ്പനി ആയിട്ടുണ്ട്. അവരാണെങ്കിൽ ഇതാ ഓരോ കേക്ക് എടുത്ത് കൊണ്ടുപോവുക, എന്നിട്ട് അവളെ വായിൽ വെച്ച് കൊടുക്കുക. അവൾക്ക് ഇങ്ങനെ ചാടി കൊടുക്കുക. എനിക്കാണെങ്കിൽ പേടിയാവും കേട്ടോ. എനിക്കിങ്ങനെ കൊടുക്കാൻ പേടിയാണ് അവൻ കടിക്കുന്നതിന്. അവൻ ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവർ നല്ല കൂട്ടായിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ അച്ഛനോട് പറയും ഒരു കുഞ്ഞ് നായ്ക്കുട്ടിനെ മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അച്ഛനാണെങ്കിൽ അത്ര മൈൻഡ് ആക്കിയിട്ടില്ല കേട്ടോ. ഞാനും അതുപോലെ തന്നെ അത്ര മൈൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇത്രയും ഇഷ്ടമാണ് ഇതിനോടൊന്നും ഞാൻ അറിയില്ലായിരുന്നേ. അങ്ങനെ ഇത് അവൻ്റെ കൂടെ കുറേ നേരം ഇവന് ഇരുന്ന് കളിച്ചിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴും ചോദിക്കുന്നുണ്ട് നമുക്ക് എപ്പോഴാണ് അതിൻ്റെ അടുക്ക പോകാൻ പറ്റുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ 2 ദിവസമായിട്ട് നല്ല പനിയാണ്, അതുകൊണ്ട് കിടന്ന കിടപ്പാണ്. ഈ വീഡിയോ ഞാൻ ഇടുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. നമ്മുടെ വാവൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അവിടുത്തെ വയലാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. അവർ വെള്ളം കയറിയ സമയത്ത് ഉണ്ടാക്കിയ തോണിയാണ് ഇത്. ഇപ്പോൾ അടുത്ത് നമ്മൾ നല്ല പോലെ മഴ പെയ്ത സമയമില്ലേ, അന്ന് ഇപ്പോൾ ഇതാ ഈ ഒരു കെട്ടിൻ്റെ അവിടം വരെ ലെവലായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൽ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അവർ തോണി ഉണ്ടാക്കിയത്. ഈ പാലമൊക്കെ ഇങ്ങനെ മുങ്ങാറായിട്ടുണ്ടായിരുന്നേ. നമുക്ക് വയലിലേക്കൊന്നും ഇപ്പം അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, കാരണം ചളിയാണ്. വെള്ളമൊക്കെ വന്ന് അതൊക്കെ താണതല്ലേ, അതുകൊണ്ട് നല്ല ചളി ഉണ്ടായിരുന്നു. ഇവിടെ ഈ കെട്ടിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പാടി പോലൊരു സംഭവം കെട്ടിയിട്ടുണ്ടായിരുന്നു ഹൈറ്റിൽ. നല്ല ഭംഗിയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ അതുണ്ടായിരുന്നു, ഇപ്രാവശ്യം അതില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് അവിടുന്ന് ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മളെ വീട്ടിലേക്ക് പോയി. മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ്. മുറ്റമൊക്കെ നല്ല പോലെ പുല്ല് മുളച്ചിട്ടുണ്ട്. നമുക്ക് ഒരാൾക്കും രണ്ടാൾക്കൊന്നും വന്ന് പെട്ടെന്നൊരു ദിവസം അങ്ങനെ തീർക്കാൻ പറ്റുന്ന സംഭവമല്ല. അങ്ങനെ അങ്ങ് വൃത്തിയാക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ഞങ്ങൾ എടുത്ത് കളഞ്ഞ് അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി. പിന്നെ ഇതാ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി. നമുക്ക് അച്ഛനകത്ത് വെച്ച് കൊടുക്കേണ്ടതല്ലേ, അപ്പം നല്ല പോലെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ മൊത്തം എലികൾ ഏറ്റെടുത്തു എന്ന് വേണം പറയാൻ. എലികൾക്ക് സുഖമായി ഞങ്ങളിവിടെ താമസം ഇല്ലാത്തത്. ടിവിയുടെ വയറും കാര്യങ്ങളൊക്കെ എലികളാകെ കടിച്ച് മുറിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇല്ലാത്തത് കൊണ്ട് എലികൾക്ക് കുശാലായി എന്ന് വേണം പറയാം. പിന്നെ നമ്മളിതാ അച്ഛന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പഴംപൊരി, ഉള്ളിവട, അതുപോലെ ചക്കക്കുരുയുടെ പായസമൊക്കെ അച്ഛന് ഇഷ്ടമാണ്. പിന്നെ ചേമ്പുണ്ട്, പിന്നെ അവില്, പഴം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായ. എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഉള്ളിവടയും പഴംപൊരിയൊക്കെ നമ്മൾ നേരത്തെ കുഴച്ച് ഒരു സൈഡ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ കുഴച്ച് വെച്ചാൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലപോലെ നന്നാവും. അപ്പോൾ ഇതാ ഉള്ളിവട, ഇതാ ചെറിയ ചെറിയ ഉള്ളിവട ചുട്ടെടുത്തിട്ടുണ്ട്. പഴംപൊരിയും. ഇപ്രാവശ്യത്തെ കൊടുക്കൊക്കെ നമ്മൾ മാത്രമേ ഉള്ളൂ, പുറത്തുനിന്നാരെയും വിളിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരും ഇല്ല. ഞാനും അതുപോലെ ഇന്ന് ചേച്ചിയും പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. കൊടുക്കൊക്കെ വെച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു. വീട്ടിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് ഇന്ന് ചേച്ചി ചക്കക്കുരു അതുപോലെ പച്ചമുളകും കഴിച്ചിലിനെയൊക്കെ തന്നെ. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.